ഗൈസ്, വെൽക്കം ടു വേൾഡ് ഓഫ് വുമൻസ്. ആമി ഫ്രം കണ്ണൂർ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആണ്. കട്ട പോസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്താണ്, ട്രാക്കിംഗ് ആയിട്ട് തരുന്നതാണ്. പോസ്റ്റ് ത്രൂ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുക. പിന്നെ റീസ്റ്റോക്ക് മാക്സിമം ഡയറക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസും അയക്കാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് ത്രൂ മെസ്സേജ് അയക്കാം. കോളർ ടൈപ്പ് ആണ്, കോട്ടൺ ആണ്, കോട്ടൺ ലൈനിങ് ആണ്. ഫ്രണ്ടില് 2 പോക്കറ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു മോഡലാണ്. ലൈൻ വിത്ത് പിങ്ക് കളർ ആണ്. M2XX സൈസ് ആണ്. എ ലൈൻ പാറ്റേൺ ആണ്. 46 ലെങ്ത് ഉണ്ട്. പിന്നെ വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ലൊരു പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണുമ്പോൾ ഒരു പിങ്ക്, ബേബി പിങ്ക് പോലെ തോന്നും, പക്ഷെ നല്ല കളറാണ്. പിന്നെ കോളർ ടൈപ്പ്, ഷോ ബട്ടൺ, ഏറ്റവും ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ട്. 46 ലെങ്ത്, 3/4 സ്ലീവ്. കളേഴ്സ് അവൈലബിൾ ആണ്. റേറ്റ് 599 ഫ്രീ ഷിപ്പിംഗ്. M2XX ആണ് കേട്ടോ. ഫുൾ ലൈനിങ് ആണ്, കോട്ടൺ ആണ്. ഇതിന്റെ കളർ ആണ് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ്. കോളർ ടൈപ്പ്, ഷോ ബട്ടൺ, എ ലൈൻ, 3/4 സ്ലീവ്, 46 ലെങ്ത്. ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ഓപ്പണിംഗ്, 2 സൈഡ് പോക്കറ്റ്. നമ്മുടെ ഫ്രണ്ടിൽ നല്ലൊരു 2 സൈഡ് പോക്കറ്റ്. കാഷ്വൽ ഓഫീസർ ഡെയിലി വരെ യൂസ് ചെയ്യാവുന്നതാണ്. വെഹിക്കിളില്ല, സെയിം മോഡൽ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ കൂടെ തന്നെ എന്താ പറയാ, 46 ലെങ്ത്തിൽ നല്ലൊരു മോഡലാണ്. ഇതിലാണ് സൈസ് വരുക കേട്ടോ. മീഡിയം ആണ്, എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. ലാവൻഡർ ഷെയ്ഡ് ആണ്. കോളർ ടൈപ്പ്, ഷോ ബട്ടൺ, എ ലൈൻ പാറ്റേൺ, കോട്ടൺ ലൈനിങ്, 3/4 സ്ലീവ്, 46+ ലെങ്ത് ഉണ്ട്. പിന്നെ നമ്മുടെ ഏകദേശം എന്താ പറയാ, നല്ലൊരു ലാവൻഡർ, ഒരു പേസ്ട്രി ഷെയ്ഡാണ് ഈ പ്രഷർ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു ആഷ് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു ആഷ് ആണ്, നരച്ചതൊന്നുമല്ല കേട്ടോ. ഡയറക്റ്റ് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു ആഷ് ഷെയ്ഡ് ആണ്. മീഡിയവും എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. എ ലൈൻ പാറ്റേൺ, റീസ്റ്റോക്ക് ഉണ്ടാക്കുന്നല്ല, മോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒപ്പം തന്നെ ഇനി നമുക്കൊരു ചാൻസ് കിട്ടിയെന്ന് വരുമല്ലോ. കോളർ ടൈപ്പ്, ഷോ ബട്ടൺ, എ ലൈൻ, കോട്ടൺ ലൈനിങ്, 46+ ലെങ്ത്, 3/4 സ്ലീവ്. അപ്പൊ കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ആഷ് ഷെയ്ഡിൽ എമ്മും എക്സൽ മാത്രമേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ലാവൻഡർ ഷെയ്ഡില് എമ്മും എക്സൽ സൈസ് ആണ്. ബ്ലൂ ഷെയ്ഡില് M2XX സൈസ് ആണ്. പിങ്ക് ഷെയ്ഡ്, ഒരു പീച്ച് ഷെയ്ഡില് M2XX സൈസ് ആണ് കേട്ടോ. ഇപ്പൊ 4 കളർ ഷെയ്ഡ് ആണ്. കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് ആണ്, ഫുൾ ലൈനിങ് ആണ്. പിന്നെ ഒപ്പം തന്നെ എന്താ പറയാ, കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് അയക്കാം കേട്ടോ. ആഷ് കാണുമ്പോൾ നമുക്ക് തോന്നും എന്താ പറയുക, ഭയങ്കര ഡിം ആണല്ലോ എന്ന്. പക്ഷെ ഒരിക്കലും ഡിം അല്ല, അത്യാവശ്യം നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ഒരു ആഷ് ഷെയ്ഡ്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ്. ഇപ്പൊ 4 കളേഴ്സ് അവൈലബിൾ. 2 തന്നെ മാത്രം ഈ ഒരു ഷെയ്ഡ് ആഷും ലാവൻഡർ, എമ്മും എക്സൽ. ഞാൻ റിപ്പീറ്റ് പറയാൻ കാരണം മനസ്സിലാവാൻ വേണ്ടിയിട്ടും സ്കിപ്പ് ചെയ്യുന്ന വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ടും, ഒപ്പം തന്നെ റേറ്റും പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. അപ്പം ആരും ഡിസ്റ്റർബൻസ് ചെയ്യരുത് മാക്സിമം. പിന്നെ റേറ്റ് പറയാമോ, ഫാബ്രിക് പറയാമോ ചോദിച്ചില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കോട്ടൺ ലൈനിങ്, കോളർ ടൈപ്പ്, എ ലൈൻ പാറ്റേൺ, 46 ലെങ്ത്. ആഷ് എമ്മും എക്സൽ സൈസ് അവൈലബിൾ. ലാവൻഡർ M സൈസ് അവൈലബിൾ. ബ്ലൂ ഷെയ്ഡ് M2XX സൈസ് അവൈലബിൾ. പീച്ച് ഷെയ്ഡ് M2XX സൈസ് അവൈലബിൾ. 5 കോഡ് സെറ്റ് ആണ്, M2XX സൈസ് ആണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 2 പീസ് സെറ്റ് ആണ്, ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്, മിസ്സാക്കണ്ട. ചിലപ്പോൾ ചാൻസ് കിട്ടില്ല, അത്രക്കും എന്താ പറയാ, ഒരു മോസ്റ്റ് ഡിമാൻഡ് ആയതുകൊണ്ട് പറയുകയാണ് കേട്ടോ. മീഡിയം, ലാർജ്, എക്സൽ സൈസ് അവൈലബിൾ. 4 കളർ ഷെയ്ഡ് അവൈലബിൾ. ഈ ഒരു സെയിം പാറ്റേണിൽ 4 കളർ ഷെയ്ഡ് അവൈലബിൾ. കാഷ്വൽ ഓഫീസ് സ്റ്റൈൽ വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 599 ഫ്രീ ഷിപ്പിംഗ് ആണ്. 599 രൂപ ഉള്ളൂ. സൈഡ് സ്ലിറ്റ്, പോപ്കോൺ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്, ടോപ്പ് ആൻഡ് ബോട്ടം, കോളർ ടൈപ്പ്, 3/4 സ്ലീവ്, ക്രേപ്പ് ലൈനിങ്, 46 ലെങ്ത്തിന് ടോപ്പും ബോട്ടം 38 ലെങ്ത്തും ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ്. ബേക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ട, ടൈ ചെയ്യാൻ ഡോറി, പോക്കറ്റും ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം എന്താ പറയാ, നല്ല കറക്റ്റ് മീൻസ് കറക്റ്റ് സൈസ് എടുത്താൽ മതി കേട്ടോ. പോപ്കോൺ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ് ആയിട്ട് ചുരുങ്ങൊന്നും പോകില്ല. വേറെ ഏതെങ്കിലും ലാർജ് സൈസ് ആണ്. നല്ലൊരു ഷേപ്പിലും നല്ലൊരു മോഡലായിട്ടാണ്. കാരണം വെച്ചാൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആണ്. മീൻസ് കറക്റ്റ് ഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടി പറയാം. നല്ലൊരു കംഫർട്ടബിൾ ആണ്. പിന്നെ ചിലർക്ക് 2 സൈസിന് നടുക്കാണെങ്കിൽ മാത്രം ഒരു പടി മുകളിലെടുത്ത് ഷേപ്പ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ 40 അല്ല 42 അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പടി മുകളിൽ എടുത്താൽ മതി. അല്ലാതാണെങ്കിൽ കറക്റ്റ് എടുത്താൽ മതി. 40 ആണെങ്കിൽ ചിലപ്പോൾ 39.5 അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കറക്റ്റ് സൈസിന് അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. കറക്റ്റ് എടുത്താൽ മതി. ഞാൻ ലാസ്റ്റ് ആണ് വേറെ ചെയ്തേക്കുന്നത്. 40 ആണ് സൈസ് വരുമ്പോൾ. പോപ്കോൺ ഫാബ്രിക്, സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്, കോളർ ടൈപ്പ്, 2 പീസ് സെറ്റ്, 599 ഫ്രീ ഷിപ്പിംഗ്. കോഡ് സെറ്റ് ആട്ടോ. ഒന്ന് റോയൽ ബ്ലൂ ഷെയ്ഡ്. ഇപ്പൊ വേറെ ഏതൊക്കെയാണ്, നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ്,
പിന്നെ നെക്സ്റ്റ് വരുന്ന കളർ ഷെയ്ഡ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചാണ്. ബേക്കിൽ എങ്ങനെയാണ് കേട്ടോ, എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമാണ്. ടോപ്പ് ആൻഡ് ബോട്ടം എന്താ കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് സൈസ് എടുത്താൽ മതി. ബിഗ് പ്രിന്റ് നോക്കിയിട്ട് നോക്കണ്ട, കാരണം ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബിഗ് പ്രിന്റ് ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബിഗ് പ്രിന്റ് കൊണ്ടുവരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അക്വ ഗ്രീൻ ആണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു പിസ്ത ഗ്രീനും അല്ല, നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ഒലിവ് ഗ്രീൻ അങ്ങനത്തെ ഒരു ഗ്രീൻ ആണ്. ഒരു ഒലിവ് ഗ്രീൻ ഒരു അക്വ ഗ്രീൻ അങ്ങനത്തെ ഒരു കളർ, പക്ഷെ നല്ല കളറാണ്. ഞാനിട്ട് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമായി. ഇത് കളർ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കളറാണ്. ഒരു പിസ്ത അല്ല, ഒലിവ് ഗ്രീൻ അങ്ങനത്തെ ഒരു കളർ. 2 പീസ് സെറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം, പോപ്കോൺ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്, പിന്നെ കോളർ ടൈപ്പ്, സൈഡ് സ്ലിറ്റ്, 46 ലെങ്ത്തിന് ടോപ്പിനും 38 ലെങ്ത്തിന് ബോട്ടത്തിനുമാണ്. 599 ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. M2XL സൈസ്, 2 പീസ് സെറ്റ്, 599 ഫ്രീ ഷിപ്പിംഗ്. ടോപ്പിന് 46 ലെങ്ത്, ബോട്ടത്തിന് 38 ലെങ്ത്, സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്. അടിപൊളിയായിട്ടുള്ള ഒരു കാഷ്വൽ ഓഫീസ് വെയർ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. M2XL ആണ്. 5 ആണ്. സ്ലീവ്ലെസ് ആണ്. മൾട്ടിപർപ്പസ് യൂസ് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം, സ്ലീവ് അല്ലാതെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ പോപ്കോൺ ഫാബ്രിക് ആണ്. 2 പീസ് സെറ്റ് ആണ്. കോഡ് സെറ്റ് ആണ്. M2XL സൈസ് ആണ്. കോളർ ടൈപ്പ്, സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏലിയൻ പാറ്റേൺ ആണ്. നല്ലൊരു ഫ്ലവർ പ്രിന്റ് ആണ്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 46 ലെങ്ത് ഉണ്ട് ടോപ്പിന്. ഏലിയൻ പാറ്റേൺ ആണ്. കാഷ്വൽ ഓഫീസ് ഡെയിലി വരെ യൂസ് ചെയ്യാവുന്നതാണ്. 38 ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്. അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. എൻ്റെ സ്ലീവ് ഞാൻ കാണിച്ചു തരാം. പോപ്കോൺ ആണ് ഫാബ്രിക് വരിക. അപ്പം അതുകൊണ്ട് നമ്മുടെ ബോട്ടത്തിന് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ടോപ്പിന് ഓൾറെഡി ഉള്ളതുകൊണ്ട് ബോട്ടത്തിന് നമുക്ക് എന്താ പറയുക പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല. 599 ഫ്രീ ഷിപ്പിംഗ്. 2 പീസ് സെറ്റ്. അപ്പം നല്ലൊരു കോളർ ടൈപ്പ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോളർ ടൈപ്പ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ മോഡൽ വരുന്നത്. ഒട്ടും മിസ്സാക്കട്ടെ, കറക്റ്റ് സൈസ് എടുത്താൽ മതിയാവും കേട്ടോ. പോപ്കോൺ ആണ്, ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം കോഡ് സെറ്റ് 599 ഫ്രീ ഷിപ്പിംഗ്. M2XL സൈസ്, പോപ്കോൺ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. മീൻസ് സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ഈ മീൻസ് ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു കളർ ഷെയ്ഡാണ്. ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ബ്ലൂവിൽ തന്നെ വരുന്ന ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഏലിയൻ പാറ്റേൺ, സ്ലീവ്ലെസ്, പിന്നെ സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പ് ഫുൾ ലൈനിങ് ഉണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. അതിന്റെ സ്ലീവിന്റെ ഓൾമോസ്റ്റ് വരുമ്പം 7 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരും കേട്ടോ. അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഏകദേശം എന്ന് പറയുമ്പം ഈ ഇത്രയും ഉണ്ടെങ്കിലും വരുള്ളൂ കേട്ടോ. ഒരു 6.5 സംതിങ് വരുള്ളൂ. അതിൽ കുറവായിരിക്കും ചിലപ്പോൾ കേട്ടോ. പക്ഷെ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നല്ലൊരു മോഡലാണ് കേട്ടോ. കാരണം മീൻസ് വിത്ത് ലൈനിങ് കൂടി വരുമ്പോൾ നല്ലൊരു മോഡലാണ്. അപ്പം മെഷർമെന്റ് ഞാനത് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിന്റെ മെഷർമെന്റ് പറഞ്ഞുതരാം. അപ്പോൾ 2 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡും ഒന്ന് ബ്ലൂ ഷെയ്ഡും. M2XL സൈസും, 2 പീസ് സെറ്റും, കോഡ് സെറ്റും, പിന്നെ പോപ്കോൺ ഫാബ്രിക്കും. ടോപ്പിന് 46 ലെങ്ത്, ബോട്ടത്തിന് 38 ലെങ്ത്. പോക്കറ്റ് ഉണ്ട്. ഏലിയൻ പാറ്റേൺ ആണ്. ക്രേപ്പ് ലൈനിങ് ആണ്. കോളർ ടൈപ്പ് ആണ്. പിന്നെ 2 കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. 599 ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്താ പറയാ ചോദിക്കരുത് ഏലൈൻ ആണോ സൈഡ് സ്ലിറ്റ് ആണോ പിന്നെ ലൈനിങ് ഉണ്ടോ ഒന്നും ചോദിക്കരുത്. എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക, എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നെക്സ്റ്റ് മോഡലാണ് വെർട്ടിക്കൽ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്, സൈഡ് സ്ലിറ്റ്, M2XL സൈസ്. വെറൈറ്റി കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. 599 ഫ്രീ ഷിപ്പ്. 599 രൂപയുള്ളൂ. നല്ലൊരു മോഡലാണ്. കാഷ്വൽ ഓഫീസർ ഡെയിലി വർക്ക് യൂസ് ചെയ്യാണ്. സ്കൈ ബ്ലൂവോ, പിങ്ക് ഷെയ്ഡോ, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡോ, മെറൂൺ ഷെയ്ഡോ, ഏത് കളർ വേണം നമുക്ക് ഈ ബോട്ടത്തിനോടൊപ്പം മാച്ച് ചെയ്തിട്ട് വെയർ ചെയ്യാവുന്നതാണ്. പക്ഷെ നല്ലൊരു മോഡലാണ്. വെർട്ടിക്കൽ ഫാബ്രിക് ആണ്. മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വെർട്ടിക്കൽ ഫാബ്രിക്. ക്രേപ്പ് ആണ് ലൈനിങ്. സൈഡ് സ്ലിറ്റ്, 46 ലെങ്ത് ഇതിന്റെ ടോപ്പിന്. പിന്നെ ഫുൾ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. വാഷ് ചെയ്താൽ പോകുന്നതല്ല, എംബ്രോയിഡറി വർക്കാണ്. ഫുൾ മെഷീൻ എംബ്രോയിഡറി വർക്കാണ്. ബ്ലൂ വിത്ത് പീച്ച് നല്ലൊരു കോമ്പിനേഷനിലെ ഹെവി വർക്കാണ്. സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മിറർ വർക്ക് തന്നെയാണ് സ്ലീവിലെ എൻഡിലും മിറർ വർക്ക് വിത്ത് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ. 599 ഫ്രീ ഷിപ്പിംഗ്. ബേക്കിൽ പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ മാത്രം ഈ ഒരു വർക്കാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഒരു പീച്ച് ബോട്ടം തൊട്ട യൂസ് ചെയ്താൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. പാർട്ടി വരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്.
ഇപ്പോൾ വേറെ ഇതൊക്കെ നല്ലൊരു മെറൂൺ അല്ല, ഒരു വൈൻ ഷെയ്ഡ്, അങ്ങനത്തെ ഒരു വൈൻ മീൻസ് നമുക്ക് മെറൂണും പറയാൻ പറ്റില്ല, എന്നാൽ വൈനും പറയാൻ പറ്റില്ല, അങ്ങനത്തെ നല്ലൊരു കളർ, ഡബിൾ ഷെയ്ഡ് വരുന്ന പോലെ നല്ല കളറാണ്. ബ്ലാക്ക് വിത്ത് ഒരു കോമ്പിനേഷൻ വരുന്നതാണ്. വെർട്ടിക്കൽ ഫാബ്രിക് ആണ്, 46 ലെങ്ത് ഉണ്ട്. ടോപ്പിന് സൈഡ് സ്ലിറ്റ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, M2XX ആണ്, 599 ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു കളർ ഷെയ്ഡ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, മീൻസ് ഒരു പർപ്പിൾ വിത്ത് ഒരു എന്താ പറയുക ഒരു ഗ്രേപ്പ് ഷെയ്ഡ്, ആ ഒരു കളറാണ്, നല്ല കളറാണ്. ആ കോമ്പിനേഷൻ വരുന്നത് കണ്ടോ, നല്ലൊരു പീച്ച് ബ്ലൂവും നല്ലൊരു ഗ്രീനും, നല്ലൊരു കോമ്പിനേഷൻ. സ്ലീവിൽ 2 സ്ലീവിൻ്റെ എൻഡിലും നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്കും കൂടിയാണ്. വെർട്ടിക്കൽ ഫാബ്രിക് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, 46 ലെങ്ത് ഉണ്ട്, സൈഡ് സ്ലിറ്റ് ആണ്, അടിപൊളിയായിട്ടുള്ള മോഡലാണ്. ബേക്കിൽ പ്ലെയിൻ ആണ്. രണ്ടാമത്തെ കളർ ഷെയ്ഡാണ്. പിന്നെ മൂന്നാമത്തെ കളർ ഷെയ്ഡ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. കണ്ണടിക്കുന്ന യെല്ലോ അല്ല, പക്ഷെ നല്ലൊരു മാംഗോ യെല്ലോ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡ്, മസ്റ്റാർഡ് യെല്ലോ അല്ല, ഒരു എന്താ പറയുക കുറച്ചുകൂടി ഡാർക്കാണ്, പക്ഷെ നല്ല കളറാണ്. അതിൽ വീഡിയോ കാണുമ്പോൾ കണ്ണടിക്കുന്ന പോലെ തോന്നും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം. അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡും നല്ലൊരു ഗ്രീൻ ഷെയ്ഡും, നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഹെവി വർക്കാണ്, ഫുൾ ദ ഒറിജിനൽ ആണ് കേട്ടോ, ഷോ അല്ല. ഈ മിറർ വർക്ക് ഒറിജിനൽ ആണ്. സ്ലീവിൽ 2 എൻഡിലും കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ്, വെർട്ടിക്കൽ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്, 46 ലെങ്ത്, M2XX സൈസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്, നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. അതിൽ പർപ്പിളാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ത്രെഡ് വർക്കാണ്, മെഷീൻ എംബ്രോയിഡറി വർക്കാണ്. വെർട്ടിക്കൽ ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്, സൈഡ് സ്ലിറ്റ്, 46 ലെങ്ത്, M2XX സൈസ്, 599 ഫ്രീ ഷിപ്പ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ, ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ്, ഡാർക്ക് ഒരു മെറൂൺ, ഒരു ഏകദേശം ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കാണുമ്പോൾ റെഡ് പോലെ തോന്നും, പക്ഷെ റെഡ് അല്ല, ഒരു മെറൂൺ ഷെയ്ഡാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ മെഷീൻ എംബ്രോയിഡറി വർക്ക്, ഒറിജിനൽ മിറർ വർക്ക്, പിന്നെ ഒപ്പം തന്നെ ബീഡ്സ് വർക്ക്. നല്ലൊരു കളറാണ്, ഒട്ടും മിസ്സാക്കണ്ട. അതൊക്കെ നമുക്ക് ഒരു ഷോപ്പിൽ പോയി കിട്ടിയാൽ പോലും ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് കിട്ടില്ല. M2XX സൈസ്, മീഡിയം ലാർജ് XL, സൈഡ് സ്ലിറ്റ്, വെർട്ടിക്കൽ ഫാബ്രിക്, 599 ഫ്രീ ഷിപ്പിംഗ്. ഒരു ഡാർക്ക് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് ഒരു പീച്ച് ഷെയ്ഡ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഓർ ഒരു പർപ്പിൾ ആ ഒരു ഷെയ്ഡ്, നല്ല ഷെയ്ഡ്. ഡയറക്റ്റ് കാണുമ്പോൾ ചെയ്തെടുക്കുന്നത് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമാണ് കേട്ടോ. കറക്റ്റ് സ്ക്രീൻഷോട്ടും സൈസ് വായിക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു വൈൻ ഷെയ്ഡ്. ഇത്രയും കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാൻ വേറെതേക്കുന്ന ഈ ഒരു കളറാണ് വേണമെങ്കിൽ കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡാണ് വേണമെങ്കിൽ കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം. പിന്നെ നെക്സ്റ്റ് യെല്ലോ ആണ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം. നെക്സ്റ്റ് പീച്ച് ആണെങ്കിൽ കറക്റ്റ് സ്ക്രീൻഷോട്ടും, ഗ്രീൻ ആണെങ്കിൽ കറക്റ്റ് സ്ക്രീൻഷോട്ടും കേട്ടോ. ഒരു നല്ല കളറാണ്. ഇനി പാർക്കിങ്ങിലും കളേഴ്സ് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ സൈസിന്റെ ഒപ്പം തന്നെ കളേഴ്സ് മെൻഷൻ ചെയ്യുക. ഏതെങ്കിലും മോഡൽ കാണിച്ചതിന്റെ ഒപ്പം സൈസിന്റെ ഒപ്പം കളേഴ്സ് മെൻഷൻ ചെയ്യുക. അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണോ വേണ്ടോന്ന് പറയാം, ഡിലേ ആക്കരുത്, റിക്വസ്റ്റ് ആണ്. അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്ക് പറയരുത്. കാരണം വേണോ വേണ്ടെന്ന് കൺഫേം പറയാം. വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. റീസ്റ്റോക്ക് ഇനി ഉണ്ടായിരിക്കുന്നതല്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ടെക്കൻ ഫാബ്രിക് മോസ്റ്റ് ഡിമാൻഡ് ആയതുകൊണ്ടും കംഫർട്ടബിൾ ആയതുകൊണ്ടും പിന്നെ അതുകൊണ്ട് പറയുന്നതാണ്. ജോർജറ്റ് ഫാബ്രിക്കിൽ കണ്ടിട്ടുണ്ട് ഹെവി വർക്ക്, വിചിത്ര ഫാബ്രിക്കിൽ കണ്ടിട്ടുണ്ട് ഹെവി വർക്ക്. അപ്പോൾ ഈ പ്രാവശ്യം വെർട്ടിക്കൽ ഫാബ്രിക്കിൽ കൊണ്ടുവരുന്ന ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ടൈപ്പ്. M2XX 599 ഫ്രീ ഷിപ്പിംഗ്. 3 കളർ ഷെയ്ഡ് അവൈലബിൾ. സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്, 46 ലെങ്ത്. നല്ലൊരു ഒലിവ് ഗ്രീൻ, നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, നല്ലൊരു പീച്ച് ഷെയ്ഡ്. അപ്പം നല്ലൊരു മോഡലാണ്. M2XX ആണ്, 599 ഫ്രീ ഷിപ്പിംഗ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, മിസ്സാക്കണ്ട, ഇനി ഒരു ചാൻസ് കിട്ടില്ല. ഫുൾ ദ ബീഡ്സ് വർക്ക് ആണ്, ഫുൾ ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ്. ഗോൾഡൻ ബോട്ടം മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു ആംഗിൾ ലെങ്ത്, സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്, 3/4 സ്ലീവ്, പിന്നെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, അടിപൊളിയായിട്ടുള്ള പർപ്പിൾ ഷെയ്ഡ് കേട്ടോ. ഫുൾ ഹെവി ലോഡഡ് ആണ്. 3/4 സ്ലീവ്, വിത്തൗട്ട് ലൈനിങ്, പിന്നെ വർക്കില്ല, സിമ്പിൾ ആണ്. പക്ഷേ ഈ ഒരു വർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കൽ ഫാബ്രിക്, സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്, M2XX 599 ഫ്രീ ഷിപ്പിംഗ്. ഒലിവ് ഗ്രീൻ ഷെയ്ഡ്, നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പീച്ച് ഷെയ്ഡ്. 3 കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ വർക്കൊക്കെ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. കാരണം ഈ വീഡിയോ കാണുന്നതിനേക്കാൾ എൻട്രൻഡിൽ വേറെ ഇരിക്കുമ്പോഴാണ് ഈ വർക്കിന്റെ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ ആ ഒരു വർക്കിന്റെ ഹൈലൈറ്റ് ചെയ്യുന്നത് വേറെ ചെയ്യുമ്പോഴാണ് കേട്ടോ. വീഡിയോ കാണുമ്പം ഈ കളേഴ്സും ഈ ഒരു വർക്കുമാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ആയിട്ടുള്ളത്.
കാരണം നമുക്ക് ഇതിൽ കാണുമ്പം ഈ കളറുമായിട്ട് ഇത് മാച്ച് ആവുന്നില്ലെങ്കിലും ഡയറക്റ്റ് കാണുമ്പോൾ ഇത് വെയർ ചെയ്യുമ്പോഴാണ് ഈ കളറിന്റെ ഹൈലൈറ്റ് മനസ്സിലാകാൻ സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ അത്രയ്ക്കും ഹെവി വർക്കാണ്. നമുക്ക് ടോപ്പ് മാത്രം യൂസ് ചെയ്യുന്നത്, ബോട്ടം ഒരു ആംഗിൾ ലെങ്ത് ഒരു ക്രീം കളർ യൂസ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ സെയിം ടു സെയിം ബോട്ടം യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നല്ലൊരു മോഡലാണ്, ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ്. എന്താ ഫുൾ ഹെവി ലോഡഡ് ആണ്. 599 എങ്ങും കിട്ടില്ല. 3 കളർ ഷെയ്ഡ്, M2XL വട്ടിക്കൻ ഫാബ്രിക്, സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്, 46 ലെങ്ത്, പീച്ച് ഷെയ്ഡ്, പർപ്പിൾ ഷെയ്ഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ്. അപ്പൊ 3 കളർ ഷെയ്ഡ് കേട്ടോ. കറക്റ്റ് സ്ക്രീൻഷോട്ടും സൈസ് വായിക്കാം. ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട M2XL സൈസ് 899 ഫ്രീ ഷിപ്പിംഗ്, പ്യൂർ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് കേട്ടോ. പിന്നെ ടോപ്പിന് 46 ലെങ്ത്, ദുപ്പട്ടയ്ക്ക് 2.25, ബോട്ടത്തിന് 38 ലെങ്ത്. പോക്കറ്റ് ഉണ്ട്, നോർമൽ ആണ്. അതിൽ കൂടുതൽ സൈസ് ചോദിക്കരുത്. അതായത് 40 ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, 48 ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ചോദിക്കരുത്. നോർമൽ ലെങ്ത് ആണ്. സൈഡ് സ്ലിറ്റ് ആണ്, ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ഇതിന്റെ ടോപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മോസ്റ്റ് ഡിമാൻഡ് ആയിരുന്നു, വേഗം തന്നെ സോൾഡ് ഔട്ട് ആയി. 3 പീസ് സെറ്റ് ഇത്ര ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ കൊണ്ടുവരാൻ കാരണം വെച്ചാൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ബഡ്ജറ്റ് ആയിട്ട് ഞാൻ തരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ വേറെ ഞാൻ കിട്ടില്ല, ഇനി റീസ്റ്റോക്ക് ചോദിക്കരുത്. ഈ ഒരു മോഡൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വേറെ അങ്ങനെ കിട്ടില്ല. 3 പീസ് സെറ്റ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, സ്ക്വയർ വിത്ത് വി പാറ്റേൺ. പിന്നെ നല്ലൊരു ഈ ഒക്കിൽ വരുന്ന ഈ ഡോട്ടഡ് പാച്ച് ആണ് ബോട്ടത്തിന് വരിക. 38 ലെങ്ത്, പ്യൂർ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ്. ടോപ്പിന് ബോട്ടത്തിന് ലൈനിങ് ഇല്ല, നോർമൽ ആണ്. പക്ഷെ ഈ ഡോട്ടാണ് ഈ പാച്ചാണ് ബോട്ടത്തിന് വരിക. ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള മോഡലാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് കിട്ടില്ല. 899 ഫ്രീ ഷിപ്പിംഗ്, M2XL. പിന്നെ 3 പീസ് സെറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ് വേറൊരു കളർ ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിക്കാം, അതിന്റെ മോഡൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരിക. അപ്പം കറക്റ്റ് സ്ക്രീൻഷോട്ട്. കളറാണ്, റെഡ് അല്ല മെറൂണും അല്ല, ഒരു ബ്രിക്സ് കളർ അല്ലെങ്കിൽ ഒരു വാർണിഷ് കളറാണ്. നല്ലൊരു കളറാണ്. 3 പീസ് സെറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം. നമ്മുടെ ഈ ഒരു യോക്ക് പാച്ച് ആണ് ബോട്ടത്തിന് വരിക. 38 ലെങ്ത്, 46 ലെങ്ത് ടോപ്പിനും. ദുപ്പട്ട ഇങ്ങനെയാണ് വരിക. 2.25 ഉണ്ട്. സോഫ്റ്റ് ഫാബ്രിക്, ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഏത് ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കോട്ടൺ ആണ്, കോട്ടൺ ലൈനിങ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ്. 46 ലെങ്ത് ഉണ്ട് ടോപ്പിന്, 38 ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്, 2.25 ഉണ്ട് നമ്മുടെ ദുപ്പട്ടയ്ക്ക് കേട്ടോ. 899 ഫ്രീ ഷിപ്പിംഗ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, M2XL സൈസ് അവൈലബിൾ ആണ്. 2 കളർ ഷെയ്ഡ് ആണ്. 3 പീസ് സെറ്റ് ആണ്. മിസ്സാക്കണ്ട. ഞാൻ ഈ ഒരു മോഡൽ കാണിച്ചത് കൊണ്ട് ഞാൻ എഗെയിൻ എക്സ്പ്ലനേഷൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ന്യൂ കസ്റ്റമറിന് വേണ്ടിയതാ. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പൈപ്പിംഗ് ആണ് കേട്ടോ. ഈ ബ്ലാക്ക് പൈപ്പിംഗ് ആണ് ഈ സ്ക്വയർ പാച്ചിൽ വരുന്നത്. കാരണം എല്ലാവർക്കും തോന്നാം അത് അറ്റാച്ച് ആണ്, പക്ഷെ അറ്റാച്ച് അല്ല, പൈപ്പിംഗ് ആണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ പാച്ചിൽ കേട്ടോ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ 2 കളർ ഷെയ്ഡാണ്. പിന്നെ അടുത്ത മോഡൽ കാണിച്ചാൽ അതും അടിപൊളിയായിട്ടുള്ള മോഡൽ, M2XL. നെക്സ്റ്റ് മോഡൽ 3 പീസ് സെറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട, M2XL. 3 കളർ ഷെയ്ഡ് അവൈലബിൾ. 850 ഫ്രീ ഷിപ്പിംഗ്, 850 ഫ്രീ ഷിപ്പിംഗ്. കോട്ടൺ ആണ്, കോട്ടൺ ലൈനിങ് ആണ്, സോഫ്റ്റ് ഫാബ്രിക് ആണ്, അജ്രക് പാച്ച് ആണ്. ഇത് ഒരു പാച്ച്, ഈ അജ്രക് പാച്ച് ഇതിൽ കാണുമ്പോൾ ലേസ് വർക്ക് ഫിറ്റ് ചെയ്ത പോലെ തോന്നും, പക്ഷെ അല്ല, ഇതിന്റെ ഈ പാച്ച് അറ്റാച്ച് ആണ്. 2.25 നമ്മുടെ ദുപ്പട്ടയ്ക്ക്. അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. ഒരു ഏകദേശം കളർ വരെ ഒരു മെഹന്തി ഗ്രീൻ, ആ ഒരു കളർ, ഒരു മെഹന്തി, ഒരു മൈലാഞ്ചിന്റെ ആ ഒരു കളറാണ്. ബ്ലാക്ക് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 2.25 ഉണ്ട് ദുപ്പട്ട, 46 ലെങ്ത് ഉണ്ട് ടോപ്പിന്, 38 ലെങ്ത് ഉണ്ട് ബോട്ടത്തിന്. ബേക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ട, ടൈ ചെയ്യേണ്ട ഒരു പോക്കറ്റും ഉണ്ട്. പ്യൂർ ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ്, സോഫ്റ്റ് ഫാബ്രിക് ആണ്, ഒരു കോഡ് സെറ്റ് പോലെയാണ്. M2XL 850 ഫ്രീ ഷിപ്പിംഗ്, 850 ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡാണേ. ജസ്റ്റ് കളർ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ, കാരണം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. M2XL സീസാണ്. ഒരു ഡാർക്ക് പിസ്ത ഗ്രീൻ കേട്ടോ, ഒരു ഒലിവ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഈ വീഡിയോ കാണുന്ന ഈ ഒരു കളറാണ്, പക്ഷെ നല്ല കളറാണ്. അപ്പം സോഫ്റ്റ് ഫാബ്രിക് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, 3 പീസ് സെറ്റ് ആണ്, ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ്. നല്ലൊരു മോഡലാണ്. സെയിം എല്ലാം തന്നെ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. M2XL 850 ഫ്രീ ഷിപ്പിംഗ്, സോഫ്റ്റ് ഫാബ്രിക്, ലൈറ്റ് വെയിറ്റ്. പിന്നെ കംഫർട്ടബിൾ, നമുക്ക് ഏത് ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ കാഷ്വൽ ഓഫീസിൽ ഡെലിവറി യൂസ് ചെയ്യാവുന്നതാണ്. കോട്ടൺ ആണ്, ലൈനിങ് വരും, അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടോപ്പിന് തന്നെ അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ, ഓവർ ആയിട്ടുള്ള, പക്ഷെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരു അത്യാവശ്യമുള്ള കട്ടിയുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡ്. 3 കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
റെഡ് അല്ല, ചെറിയ റെഡും അല്ല, കണ്ണടിക്കുന്ന റെഡ് അല്ല, മെറൂൺ ആണ്. മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. റെഡ് അല്ല, മെറൂൺ ഷെയ്ഡാണ്. അതിൽ കാണുമ്പോൾ റെഡ് പോലെ തോന്നും, റെഡ് അല്ല, മെറൂൺ ഷെയ്ഡാണ്. കോഡ് സെറ്റ് പോലെയാണ് ഹൈലൈറ്റ്. പിന്നെ ഇതിൽ നമ്മുടെ ദുപ്പട്ടയുടെ ഏറ്റവും എൻഡില് നേവി ബ്ലൂ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡോട്ട് ദുപ്പട്ട. ഡബിൾ എക്സൽ സൈസ് 3 പീസ് സെറ്റ്, പ്യുവർ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ്, സൈഡ് സ്ലിറ്റ്, ടോപ്പിന് 46, ബോട്ടത്തിന് 38, ദുപ്പട്ടയ്ക്ക് 2.25, 3 പീസ് സെറ്റ്. അടിപൊളിയായിട്ടുള്ള അജറാക് പാച്ച്. നമ്മുടെ യോക്കിൽ വരുന്ന പാച്ച് നേവി ബ്ലൂ, ദുപ്പട്ടയുടെ എൻഡിലും 2 ബോർഡറിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുപ്പട്ടയ്ക്ക്. ഗ്രീൻ്റെ കംപ്ലീറ്റ് ഗ്രീൻ തന്നെയാണ് കേട്ടോ എൻ്റെ ദുപ്പട്ട. ഗ്രീൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കളർ ഷെയ്ഡാണ്. കറക്റ്റ് കളറും പറയാ, സൈസും പറയാ, കറക്റ്റ് സ്ക്രീൻഷോട്ട് വായിക്കാം. അപ്പോൾ ഇത്രയാണ് വെറൈറ്റി കളക്ഷൻസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഓഫേഴ്സ് വീണ്ടും വരുന്നതാണ്.